സീതയാവാനുള്ള ലുക്ക് സായി പല്ലവിക്കില്ല. വേറെ ആരെയും കിട്ടിയില്ലേ? രാമായണ ടീസറിന് പിന്നാലെ വിമർശനം. നയൻതാര ഒരു പണ്ടൊക്കെ നമുക്കറിയാം, നയൻതാര ഭയങ്കര ഗ്ലാമറസ് വേഷമായിരുന്നു ബോളിവുഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ക്യാരക്ടർ റോൾ ചെയ്യാൻ തുടങ്ങി. അതിൽ ഏറ്റവും മികച്ചൊരു ക്യാരക്ടർ റോളാണ് ശ്രീരാമരാജ്യത്തിലെ സീത. സീത മികച്ച സിനിമയായിരുന്നു. അത് ബാലകൃഷ്ണൻ നായകനായിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിൽ അവർക്ക് അവാർഡ് കിട്ടി. ശ്രീദേവിയുടെ ചെയ്തതിൻ്റെ അവാർഡ് കിട്ടിയതാണ്. ഇപ്പോൾ അത്രയും ഗ്ലാമറസ് ആയൊരു വേഷം വെച്ചിട്ട് ഇപ്പം നല്ല നയൻതാരയ്ക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് സായി പല്ലവി ചെയ്തുകൂടാ? സായി പല്ലവിയുടെ മോക്കുരി കണ്ടിട്ടാണ് അത് അവർ ഡാൻസ് ചെയ്യുന്ന ചിലർക്ക് ഇഷ്ടപ്പെടാൻ. സീതാദേവിയുടെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വിമർശനം ഉണ്ടായത്. പിന്നെ സീത അവൻ ആ ഒരു നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. സീതയുടെ കോസ്റ്റ്യൂമേഴ്സ്, അതായത് പ്രത്യേകിച്ച് അവരെയൊക്കെ എടുത്ത്, അപ്പോൾ എൻ്റെ രീതിയിൽ നോക്കുമ്പോൾ സീതയുടെ ലുക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ പല്ലവി നയൻതാര അഭിനയിച്ചു അവാർഡ് കിട്ടി. ഒന്ന് സായി പല്ലവിനെ തീരെ താഴ്ത്തി കിട്ടേണ്ട കാര്യമില്ല. അവർ നൃത്തത്തിൽ അത് നല്ലൊരു നർത്തകിയാണ്. അതുപോലെ തന്നെ അഭിനയത്തിലും അതെ. അരങ്ങേറ്റ ചിത്രമായ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ തെലുങ്ക് സിനിമ വൻ ഹിറ്റായതായിരുന്നു. സൂപ്പർ താര ചരിത്രമല്ലായിരുന്നിട്ട് പോലും. അപ്പോൾ അവർ വളരെ പെട്ടെന്നാണ് അവർ വളർന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു വളർച്ച കണ്ട് ചിലർക്ക് അസൂയോ, എന്നിരുന്നാലും മലയാള മനസ്സിൽ മനോമസ് അതിപ്പോഴും വേറൊരാളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. ആ മോക്കൊരു ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം സീതയുടെ ലുക്കില്ല എന്ന് പറയുന്നത്. എന്നിരുന്നാലും അത് നമ്മൾ ടീസർ കണ്ടിട്ട് വിമർശിക്കരുത്. ആ സിനിമ ഇറങ്ങട്ടെ, നമുക്ക് നോക്കാം സായി പല്ലവി സീതയാവാൻ യോജിച്ചവരാണോ അല്ലയോ എന്ന്. അതിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങളൊന്നും കുറയ്ക്കുക. സീതാദേവി ആരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊക്കെ ആ ഒരു എടുത്ത് സായി പല്ലവി വയ്ക്കുമ്പോൾ സീതാദേവിയായിട്ട് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.